നമസ്കാരം. കാലം എത്ര പുരോഗമിച്ചിട്ടും വിശ്വാസത്തിന്റെ പേരിലുള്ള ചൂഷണങ്ങൾക്ക് കുറവില്ല. വിശ്വാസം മുതലെടുത്ത് സാമ്പത്തിക തട്ടിപ്പുകൾ മുതൽ ലൈംഗിക ചൂഷണം വരെ നടക്കുന്നു. ഇങ്ങനെ ഇരകളാക്കപ്പെടുന്നവരിൽ കൂടുതലും സ്ത്രീകളാണ്. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന യുവതിയെ ബലാത്സംഗം ചെയ്ത പാസ്റ്റർ ഇടുക്കിയിൽ അറസ്റ്റിലായി. ഇടുക്കി പാറത്തോട് സ്വദേശി കുഞ്ഞുമോനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കല്ലാർകുട്ടി സ്വദേശിനിയുടെ പരാതിയിലാണ് ഈ നടപടി. രോഗശാന്തി ശുശ്രൂഷ നൽകാമെന്ന് പറഞ്ഞാണ് ഇയാൾ ആശുപത്രി മുറിയിലെത്തിയത്. ഇയാൾക്കെതിരെ മറ്റു ചില സ്ത്രീകളും പീഡന ആരോപണം ഉന്നയിച്ചിരുന്നുവെങ്കിലും രേഖാമൂലം ഈ പരാതി മാത്രമാണ് ലഭിച്ചതെന്ന് ഇടുക്കി വനിതാ സെൽ CI സുമതി പറയുന്നു. അവർ സുഖമില്ലാതെ പാറത്തോട് ഭാഗത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയം അവിടെ സന്ദർശിക്കാൻ എത്തിയ സമയം അവരോട് അപമര്യാദയായിട്ട് പെരുമാറി എന്നുള്ള ഒരു പരാതി അദ്ദേഹത്തിന് അവർ കൊടുക്കുകയും അത് അന്നിരുന്ന DSP അവർക്ക് അദ്ദേഹം കൈമാറുകയും ചെയ്ത് അദ്ദേഹം എനിക്ക് നിർദ്ദേശപ്രകാരം ഞാനത് അവരുടെ മൊഴിയെടുത്ത് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുകയാണ്. ഒരു മാസത്തോളം ഏകദേശം അടുത്തായി കേസ് രജിസ്റ്റർ ചെയ്തിട്ട് ഇതുവരെയുള്ള അന്വേഷണത്തിൽ അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ട് അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. ഈ വിഷയമാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഡാൻ, പാസ്റ്റർ കൊള്ളാം, ഇത്തരത്തിലുള്ള രോഗശാന്തി ശുശ്രൂഷകൾക്ക് നിരവധി തവണ പോയിട്ടുണ്ട് എന്ന് കരുതണം. പരാതി ഔദ്യോഗികമായി ലഭിച്ചിട്ടില്ല എന്ന് മാത്രം. എന്താണെങ്കിലും ധൈര്യം കാട്ടിയ സ്ത്രീക്ക് ആദ്യം അഭിനന്ദനം. എന്താണ് ഈ വാർത്തയുടെ വിശദാംശം? എൽദോ വിമൻസ് സെൽ CI ആണ്. CIയുടെ പ്രതികരണമാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട അല്പസമയം മുമ്പ് കേട്ടത്. പാസ്റ്റർ കുഞ്ഞുമോൻ എന്ന ആൾക്കെതിരെയാണ് ഇത്തരത്തിൽ ഈ രോഗശാന്തി ശുശ്രൂഷയുടെ പേരിൽ ചൂഷണം ചെയ്തു എന്ന പേരിൽ പരാതി ഉയർന്നിരിക്കുന്നത്. ഏതാണ്ട് ഒരു മാസം മുമ്പാണ് ഇത്തരത്തിൽ പരാതിക്ക് ആസ്പദമായ സംഭവം ഉണ്ടായത് എന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. ഇടുക്കി പാറത്തോട് സ്വദേശിയാണ് കുഞ്ഞുമോൻ. ഇദ്ദേഹം രോഗശാന്തി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഈ യുവതിയെ ബന്ധപ്പെടുകയായിരുന്നു. അങ്ങനെ ആശുപത്രിയിലെത്തി ഇവരുടെ മുറിയിൽ ഈ രോഗശാന്തി വാഗ്ദാനം ചെയ്ത് പ്രാർത്ഥിക്കാനായി എത്തുകയും തുടർന്ന് ആരുമില്ലാതിരുന്ന സമയത്ത് യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തുകയും ചെയ്തുവെന്നാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു മാസത്തോളമായി ഇയാൾ നിരീക്ഷണത്തിലായിരുന്നു. അങ്ങനെ കൃത്യമായി ഈ കുറ്റകൃത്യത്തിൽ ഇയാൾ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ആളുകളുടെ പരാതി സ്വീകരിക്കുന്ന തരത്തിലേക്ക് പോലീസ് നീങ്ങുകയും ചെയ്തു. അതിനൊടുവിലാണ് ഇപ്പോൾ ഈ കുഞ്ഞുമോനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സമാനമായ രീതിയിൽ നിരവധി പേർക്കെതിരെ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ ഈ മോശമായ പെരുമാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. പക്ഷേ രേഖാമൂലമുള്ള പരാതി ലഭിച്ചത് ഈ ഒരു യുവതിയുടെ പക്കൽ നിന്ന് മാത്രമാണ്. അതുകൊണ്ടാണ് ആ പരാതിയുമായി ബന്ധപ്പെട്ട കൃത്യമായ അന്വേഷണത്തിന് പോലീസ് സമയം കണ്ടെത്തി കൃത്യമായ നിരീക്ഷണം നടത്തി. ഒരു മാസത്തെ നിരീക്ഷണങ്ങൾക്ക് ഒടുവിൽ ഈ കുഞ്ഞുമോനെ, പാറത്തോട് സ്വദേശിയായ പാസ്റ്റർ കുഞ്ഞുമോനെ അറസ്റ്റ് ചെയ്യുന്ന തരത്തിലേക്ക് നടപടികൾ നീങ്ങിയിരിക്കും. നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും നാളുകളായി സമാനമായ രീതിയിൽ സംസ്ഥാനത്തിൻ്റെ വിവിധയിടങ്ങളിൽ ഏതാണ്ട് 2 ആഴ്ചകൾക്ക് മുമ്പാണ് തിരുവനന്തപുരത്തും ഇത്തരത്തിൽ ഒരു കുഞ്ഞിന്, അതായത് ഒരു 8ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് നേരെയായിരുന്നു അന്ന് അത്തരത്തിൽ ഒരു ഈ ലൈംഗികമായി ദുരുപയോഗം ചെയ്യാനുള്ള ശ്രമം ഈ പാസ്റ്ററുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിനെതിരെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുകയും അദ്ദേഹം ഉൾപ്പെട്ട് നിന്നിരുന്ന സംഘടനയുടെ ഭാഗത്തു നിന്നൊക്കെ വലിയ തരത്തിലുള്ള വിമർശനങ്ങളും നടപടികളുമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിനുശേഷം 2 ആഴ്ചകൾക്ക് പുറത്താണ് സമാനമായ തരത്തിലുള്ളൊരു വാർത്ത ഇടുക്കിയിൽ നിന്ന് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. എന്തായാലും ആത്മീയതയുടെ മറവിൽ അതിൽ ഇരകളാക്കപ്പെടുന്നവരിലേറെയും സ്ത്രീകളും കുട്ടികളുമാണ് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അവിടെ ഈ സാമ്പത്തിക പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരെയും ഒപ്പം തന്നെ ശാരീരികമായി അവശതകൾ അനുഭവിക്കുന്നവരെയും അതിൽ നിന്ന് മോചനം തരാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ ചതിക്കണികൾ ഒരുക്കപ്പെടുന്നതും അത്തരത്തിൽ കെണിയിൽ അവർ വീണുപോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത് എന്നുമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതിൽ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാറുകയാണ് ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഈ സംഭവം. ഡാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഈ വേദപഠനം, മദ്രസകൾ അല്ലെങ്കിൽ സ്കൂളുകളിൽ, ഹോസ്റ്റലുകൾ, ഇവിടെയൊക്കെയുള്ള ഈ വാർഡന്മാരാവട്ടെ അല്ലെങ്കിൽ ഈ ആത്മീയ ഗുരുക്കന്മാരാവട്ടെ, ഇവരൊക്കെ ഇത്തരത്തിൽ ഈ പാസ്റ്ററുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ചൂഷണങ്ങൾക്കുള്ള ഒരു വഴി കണ്ടെത്തുന്നു. അത്തരത്തിലുള്ള സാഹചര്യം നേരിടുന്ന ഒരുപാട് പേരെ നമുക്ക് ദൈനംദിന പോലീസ് കേസുകളിൽ അറിയാനും കഴിയുന്നു. ഏറ്റവും കൂടുതൽ പോക്സോ കേസുകളും ഒരുപക്ഷെ ഈ പറയുന്ന പോലെ മദ്രസകളോ അല്ലെങ്കിൽ വേദപഠന ക്ലാസ്സുകളോ ഒക്കെ കേന്ദ്രീകരിച്ചാണെന്ന് തോന്നുന്നു. കാരണം അത്രമാത്രം റിപ്പോർട്ട് ചെയ്യപ്പെടാറുമുണ്ട്. ഈ ഒരു സാഹചര്യം അത് എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? ഡാൻ,
തീർച്ചയായിട്ടും നമ്മൾ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട കാര്യം ഈ മാനസികമായി തകർന്നിരിക്കുന്ന അല്ലെങ്കിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുടെ പേരിലോ അല്ലെങ്കിൽ കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടാകുന്ന രോഗങ്ങളുടെ പേരിലോ ഒക്കെ മാനസികമായി തകർന്നിരിക്കുന്ന ശാരീരികമായി അവശതകൾ അനുഭവിക്കുന്ന ആളുകൾക്കിടയിൽ സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരുപാട് ആത്മീയ ആചാര്യന്മാരുണ്ട്. അവർ വളരെ ഔന്നത്യത്തോടെ തന്നെ അല്ലെങ്കിൽ വളരെ സേവന താല്പര്യതയോടെ തന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ അത്തരത്തിൽ കൃത്യമായ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നുമുണ്ട്. അവർ നടത്തുന്ന അല്ലെങ്കിൽ അവർ ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ നിന്ന് സമൂഹത്തിന് അവരിൽ ആർജിച്ചെടുത്ത ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം മുതലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒറ്റപ്പെട്ട സംഭവങ്ങൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അവിടെയാണ് ഏറ്റവും നല്ല രീതിയിൽ ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ അല്ലെങ്കിൽ അത് സാമ്പത്തിക തട്ടിപ്പുകളായാലും അല്ലാതെ ശാരീരികമായ ദുരുപയോഗമായാലും ഇതൊക്കെ കൂടുതലായി നടക്കാനുള്ള സാധ്യത അത് ഈ രോഗികൾക്കും അവശത അനുഭവിക്കുന്നവരുടെ ഇടയിലാണ് എന്ന ബോധ്യം ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നവർക്ക് ഉണ്ടാകുന്നു. അതവർ കൃത്യമായി മുതലെടുക്കുന്നു. അതിന് ഏറ്റവും നല്ല വേഷം ഇത്തരത്തിലുള്ള ആത്മീയതയെ മറയാക്കുന്നതാണ് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വേണം. തുടർച്ചയായി ഉണ്ടാകുന്ന ഇത്തരം സംഭവങ്ങൾ അതും ഒരു സ്ഥലത്ത് നിന്ന് മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന് സമാനമായ രീതിയിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ അത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ പോലീസുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ ഇപ്രകാരമാണ്. അത് കൃത്യമായി അവർ ആത്മീയതയെ ചൂഷണം ചെയ്യുകയാണ്. അതാണ് ഏറ്റവും നല്ല ചൂഷണത്തിനുള്ള മറ എന്ന തരത്തിലുള്ള ഒരു നിഗമനത്തിലേക്ക് ഈ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർ എത്തുന്നു. ലൈംഗികമായ ദുരുപയോഗം ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേസ് ഇവരെ ചൂഷണം ചെയ്ത് സാമ്പത്തികമായി നടത്തുന്ന ചൂഷണങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ടും ഒട്ടേറെ പരാതികൾ രേഖാമൂലവും അല്ലാതെയും പോലീസിന് ലഭ്യമാകുന്നുണ്ടെങ്കിലും കൃത്യമായ നടപടികളിലേക്ക് കടക്കാൻ കഴിയാതെ പോകുന്നതോ അല്ലെങ്കിൽ ഇവർക്ക് ശിക്ഷ ഉറപ്പാക്കാൻ കഴിയാതെ പോകുന്നതോ ആണ് ഇത്തരം സംഭവങ്ങൾ തുടർച്ചയായി ആവർത്തിക്കപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് എന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ. എൽദോ, ഡാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിശ്വാസം മുതലെടുത്ത് സാമ്പത്തിക ചൂഷണം അല്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ള ചൂഷണം അനുഭവിക്കുന്ന സാഹചര്യം. ഇപ്പോൾ ഇയാളുടെ കാര്യം തന്നെ എടുക്കുക. കുഞ്ഞുമോൻ ഇതിനു മുമ്പും പലതവണ പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ പലപ്പോഴും അയാൾ രക്ഷപ്പെടുകയാണ്. അവിടെ ഒരു ആത്മീയതയുടെ പരിവേഷം പലപ്പോഴും ഇയാൾക്ക് ഈ പാസ്റ്റർ എന്നുള്ള പരിവേഷം അയാൾക്ക് തുണയാകുന്നു. അല്ലെങ്കിൽ സമൂഹത്തിൽ എന്താകുമെന്നുള്ള ഭയമായിരിക്കാം പലപ്പോഴും പരാതിയുമായി എത്താത്തതിൻ്റെ സാഹചര്യം. ഇനി നേരത്തെയും ഇത്തരം പരാതികളൊക്കെ ഉണ്ടായപ്പോൾ ഇയാൾക്കെതിരെ അദ്ദേഹത്തിൻ്റെ സഭ ഏതാണെന്ന് എനിക്ക് വ്യക്തമല്ല എങ്കിൽ പോലും അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയോ അദ്ദേഹത്തിനെതിരെ ഒരു പുറത്താക്കുന്ന തരത്തിലോ ഒന്നും എത്തിയില്ലേ കാര്യങ്ങൾ? എൽദോ, നമുക്ക് ലഭ്യമായ സൂചനകൾ പ്രകാരം ഇദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ നിലവിലും സമാനമായ തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും കൃത്യമായി അത് പോലീസിലേക്ക് രേഖാമൂലമുള്ള പരാതിയായി എത്തുന്നത് ഇപ്പോൾ ഇദ്ദേഹം അറസ്റ്റിലാകാൻ കാരണമായ ആ യുവതിയുടെ പരാതിയാണ്. അവർ ചികിത്സയിലായിരുന്നു ഒരു ആശുപത്രിയിൽ. അവിടെയാണ് ഇദ്ദേഹം ഈ രോഗശാന്തി വാഗ്ദാനം ചെയ്തുകൊണ്ട് അവർക്ക് അടുത്തേക്ക് എത്തുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കാനായി എത്തി ആ റൂമിൽ മറ്റാരും ഇല്ലാതിരുന്ന സമയത്ത് ഇവരെ ശാരീരികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് പരാതിയിലെ പ്രധാനപ്പെട്ട പരാമർശം. അതുമായി ബന്ധപ്പെട്ട് പോലീസിന് ലഭ്യമായ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അവർ വിശദമായ അന്വേഷണം നടത്തിയത്. ആ അന്വേഷണത്തിൽ ഈ പരാതിയിൽ കഴമ്പുണ്ട് അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ കൃത്യമാണ് എന്ന് ബോധ്യപ്പെട്ട് സമാനമായ തരത്തിലുള്ള ഒരു ട്രാക്ക് റെക്കോർഡ് ഇദ്ദേഹത്തിനുണ്ട് എന്ന് മനസ്സിലാക്കി തന്നെയാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത്. കൂടുതൽ പരാതികൾ ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് പോലീസിനുള്ളത്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് സമാനമായ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഇദ്ദേഹത്തിനെതിരെ ഉയരുന്നുണ്ടെങ്കിലും അത് കൃത്യമായി രേഖാമൂലമുള്ള പരാതിയായി ഇപ്പോൾ നിലവിൽ ഈ ചികിത്സയിലായിരുന്നു യുവതിയുടെ ഭാഗത്തു നിന്ന് മാത്രമാണ് പോലീസിന് ലഭ്യമായിട്ടുള്ളത്. തുടർന്ന് ലഭിക്കുന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ. പക്ഷേ പോലീസ് കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഒരു മാസമായി നടത്തിയ നിരീക്ഷണത്തിന് ഒടുവിലാണ് ഈ കുഞ്ഞുമോൻ അറസ്റ്റിലായിരിക്കുന്നത് എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കുഞ്ഞുമോനാണ് ആ പാസ്റ്ററുടെ പേര്. എന്തായാലും കുഞ്ഞുമോൻ ഇപ്പോൾ പിടിയിലായിട്ടുണ്ട്. മുൻകാലത്തുണ്ടായ അനുഭവങ്ങൾക്ക് അതിന് പരാതിയുമായി കൂടുതൽ പരാതിക്കാർ രംഗത്തെത്തിയാൽ അത് സ്വാഗതാർഹമായിരിക്കും. എന്താണെങ്കിലും ഇതുപോലുള്ള ക്രിമിനലുകൾ പാസ്റ്ററുടെ രൂപത്തിലൊക്കെ എത്തുന്നത് അതൊട്ടും ആശ്വാസമല്ല താനും. എന്താണെങ്കിലും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കല്ലാർകുട്ടി സ്വദേശിനിയുടെ പരാതിയിലാണ് നടപടി. രോഗശാന്തി ശുശ്രൂഷ നൽകാമെന്ന് പറഞ്ഞാണ് ഇയാൾ ആശുപത്രിയിലേക്ക് എത്തിയതും പിന്നീട് ആശുപത്രി മുറിയിൽ ഒരുപക്ഷെ ആ അവശതയിലുള്ള സ്ത്രീയെ കീഴ്പ്പെടുത്തി എന്നുള്ളതാണ് പരാതിയിലുള്ളത്. മറ്റ് സ്ത്രീകളും ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ ഒരു രേഖാമൂലം ഔദ്യോഗികമായിട്ടുള്ള പരാതി ലഭിക്കാത്തതാണ് അതിൻ്റെ പ്രതിസന്ധി, തിരിച്ചടി എന്ന വനിതാ പോലീസ് തന്നെ വ്യക്തമാക്കുന്നത്. ഏതായാലും ഇടുക്കിയിൽ നിന്നുള്ള വാർത്തയാണ് നമ്മൾ കണ്ടത്. ഡാൻ കുര്യനാണ് റിപ്പോർട്ട് ചെയ്തത്. ഇനി നമ്മൾ നേരെ പോകുന്നു. ഇന്നലെ നമ്മൾ കണ്ടു വയനാട്ടിലേക്ക്. വയനാട്ടിൽ
തണ്ണീർ കൊമ്പൻ ചെരിഞ്ഞു. മാനന്തവാടിയിൽ നിന്ന് പിടികൂടിയ ബന്ദിപ്പൂരിൽ എത്തിച്ച ശേഷം കാട്ടാന ചെരിഞ്ഞത് എല്ലാവരും അറിഞ്ഞതാണ്. കാട്ടാനയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടരുകയാണ്. ബന്ദിപ്പൂർ രാമപുര ആന ക്യാമ്പിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുന്നത്. കേന്ദ്ര വനം ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് പോസ്റ്റ്മോർട്ടം. ആനയെ കർണാടക വനം വകുപ്പിന് കൈമാറുന്നതിന് തൊട്ടു മുൻപായിരുന്നു ഈ ആന ചെരിഞ്ഞത്. ഇതിനിടെ കേരളത്തിലെയും കർണാടകത്തിലെയും കേന്ദ്രത്തിലെയും ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ പോസ്റ്റ്മോർട്ടം പുരോഗമിക്കുന്നു. ഇതിനായി വയനാട് DFO ഷജന ബന്ദിപ്പൂരിലെ എലഫന്റ് റെസ്ക്യൂ സെന്ററിലെത്തി. മരണകാരണം പരിശോധിക്കുന്നതിനായി കേരളം 5 അംഗ വിദഗ്ധ സമിതിയെ രൂപീകരിക്കുകയും ചെയ്യും. തണ്ണീർക്കൊമ്പന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവിടെ കേരള വനംവകുപ്പിന്റെ പ്രതിനിധികളായി 2 DFOമാർ, ഒരു കൺസർവേഷൻ ബയോളജിസ്റ്റ്, 2 റേഞ്ച് ഓഫീസർ, ഒരു വെറ്റിനറി സർജൻ, ഇത്രയും ആളുകൾ അവരുമായി സഹകരിക്കാൻ പരസ്പര ധാരണയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അവിടെ എത്തിയിട്ടുണ്ട്. അവരുടെയും കൂടി കർണാടകയും കൂടി ഇവരും കൂടി കൺസൾട്ട് ചെയ്തിട്ടാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ എല്ലാം കുറ്റമറ്റ രീതിയിൽ നടത്താനുള്ള നടപടിക്രമങ്ങൾ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരു 5 അംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ഈ നടന്നിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും പരിശോധിച്ച് എന്തെങ്കിലും സംശയം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച് അത്തരം സംശയങ്ങൾ മനഃപൂർവ്വമാണെങ്കിൽ നടപടിയെടുക്കാൻ, അല്ലെങ്കിൽ ഭാവിയിലെ പ്രവർത്തനത്തിന് മാർഗദർശനം നൽകാനുള്ള സഹായമായ വിധത്തിലുള്ള നടപടികളായിരിക്കും സ്വീകരിക്കുക. വനമന്ത്രിയുടെ പ്രതികരണമാണ് കണ്ടത്. വിവരങ്ങളുമായി MS അനീഷ് കുമാറാണ് ചേരുന്നത്. അനീഷ്, ഇന്നലെ തണ്ണീർക്കൊമ്പനെ ആ ലോറിയിൽ കയറ്റി വിട്ടതും കർണാടകയിലേക്ക് എത്തിച്ചതുമൊക്കെ നമ്മൾ കൃത്യമായി കണ്ടതാണ്. പക്ഷേ പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളതിൻ്റെ ഒരു അനിശ്ചിതത്വം അത് തുടരുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ കാത്തിരിക്കുകയും വേണം. പക്ഷേ പോസ്റ്റ്മോർട്ടം നടപടികൾ എന്തായി? അത് പൂർത്തിയാകാറായോ? തീർച്ചയായും പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോഴും പുരോഗമിക്കുന്നു. ഏതാണ്ട് സമയമെടുത്ത് ചെയ്യേണ്ട ഒരു പ്രക്രിയ തന്നെയാണ്. അതുകൊണ്ട് 1.5 മണിക്കൂറിലധികമായി ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ട് അല്പസമയത്തിനകം ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ അവസാനിക്കുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്ന വിവരം. കർണാടകത്തിലെയും കേരളത്തിലെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കൊപ്പം കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥരും ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് നേതൃത്വം നൽകുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. കാരണം 2 സംസ്ഥാനങ്ങളിൽ ബന്ധപ്പെട്ട ആനയാണ്. ആദ്യം 20 ദിവസം മുമ്പ് കർണാടക വനംവകുപ്പ് ഈ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി ഹസനിൽ നിന്നും പിന്നീട് ബന്ദിപ്പൂർ വനമേഖലയിൽ കൊണ്ടുചെന്നാക്കുകയായിരുന്നു. അവിടെ നിന്നും ഏതാണ്ട് 200 കിലോമീറ്റർ സഞ്ചരിച്ചാണ് തണ്ണീർക്കൊമ്പൻ മാനന്തവാടി പട്ടണത്തിലെത്തുകയും രാവിലെ മുതൽ ആ പട്ടണത്തിൽ നിൽക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. അതിനുശേഷം രാത്രിയോടുകൂടിയാണ് മയക്കുവെടി വെച്ച് പിടികൂടി കർണാടകത്തിലേക്ക് കൊണ്ടുപോയത്. കർണാടകത്തിൽ എത്തിച്ച് വനംവകുപ്പിന് ഔദ്യോഗികമായി കൈമാറ്റം നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിനു മുമ്പ് തന്നെ ആന കുഴഞ്ഞു വീണ് ചെരിയുകയായിരുന്നു. പിന്നീട് എഴുന്നേറ്റിട്ടുമില്ല. നിലവിൽ ഈ രാവിലെ മുതൽ തന്നെ ഭക്ഷണവും വെള്ളവും ഒന്നും കഴിക്കാതെ ആന നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സ്വാഭാവികമായ നിർജ്ജലീകരണം ആനയുടെ ശരീരത്തിനുണ്ടാവാൻ സാധ്യതയുണ്ട്. ഒപ്പം ഭക്ഷണം കഴിച്ചിട്ടുമുണ്ടായിരുന്നില്ല. ഈ നിർജ്ജലീകരണത്തിനൊപ്പമാണ് 2 തവണ മയക്കുവെടി വെച്ചത്. മയക്കുവെടി വെക്കുമ്പോൾ നിർജ്ജലീകരണത്തിൻ്റെ തോത് വർദ്ധിക്കുമെന്നും വിദഗ്ധർ പറയുന്നു. അങ്ങനെയെങ്കിൽ ഒരു ഹൃദയാഘാതത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതകൾ ഏറെയുണ്ട്. ഒപ്പം ഈ 10-20 ദിവസമായി കാട്ടിലേക്ക് അയച്ചെങ്കിലും അത് വളരെയധികം ദൂരം സഞ്ചരിച്ചാണ് മാനന്തവാടിയിൽ എത്തിയത്. അതുകൊണ്ട് ആന്തരികമായ എന്തെങ്കിലും ക്ഷതം ആനയ്ക്ക് ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ആനയ്ക്ക് ഉണ്ടായിരുന്നോ എന്നും സംശയം പ്രകടിപ്പിക്കുന്നു. കാരണം ഇന്നലെ രാവിലെ മുതൽ മാനന്തവാടി പട്ടണത്തിലെത്തിയെങ്കിലും കാര്യമായ ഒരു പ്രകോപനം ആനയുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. ഒരു ശൗര്യമുള്ള ഒരു പ്രതികരണം ഒരു ഇടത്തും കാണിച്ചില്ല. 100 കണക്കിന് ആളുകളാണ് 4 വശത്തും തടിച്ചുകൂടി നിന്നത്. പക്ഷേ അവരോടൊന്നും ആന മോശമായ ഒരു പെരുമാറ്റം ഉണ്ടായില്ല. ഈ വാഴത്തോപ്പിൽ തന്നെയാണ് ഏറിയ സമയവും ചെലവഴിച്ചതും. അതുകൊണ്ട് തന്നെ ഈ ആന പ്രകോപനം ഉണ്ടാക്കാത്തത് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നത് കൊണ്ടാവാം എന്ന ഒരു കണക്കുകൂട്ടലുമുണ്ട്. എന്തായാലും ഇതടക്കമുള്ള എല്ലാ തരത്തിലുള്ള വാദമുഖങ്ങളും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം കൃത്യമായ വിവരങ്ങളിലൂടെ അധികൃതർക്ക് പുറത്ത് പറയാൻ കഴിയും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സർക്കാർ തലത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും വീഴ്ചകളുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായി 5 അംഗ പ്രത്യേക സമിതിയെ വനംവകുപ്പ് ഇതിനകം നിയോഗിച്ചു. അതിലേക്കുള്ള അംഗങ്ങളെ അധികം വൈകാതെ പ്രഖ്യാപിക്കും എന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. നിലവിൽ നടക്കുന്ന പോസ്റ്റ്മോർട്ടം നടപടികളിൽ വയനാട് നോർത്ത് സൗത്ത് DFOമാരും 2 റേഞ്ച് ഓഫീസർമാരും ഒരു മുതിർന്ന വെറ്റിനറി സർജൻ അടക്കമുള്ള ആളുകളും പങ്കെടുക്കുന്നുമുണ്ട്. ഇരു പക്ഷവും സമവായത്തോടു കൂടി പരസ്പരം ചർച്ചകൾ നടത്തിയാണ് ഇപ്പോൾ അനന്തര നടപടികളുമായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്.
വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് കൃത്യമായി അറിയാം എന്തായിരുന്നു ആനയുടെ മരണത്തിലേക്ക് നയിച്ച കാരണം. നിർജ്ജലീകരണമാണോ അതോ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് ഒക്കെ അറിയാൻ പറ്റും. എന്തായാലും ആനയെ വെടിവെച്ച് പിടികൂടുക എന്നല്ലാതെ മറ്റൊരു മാർഗം വനംവകുപ്പിൻ്റെ പക്കലില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. കാരണം മാനന്തവാടി പോലുള്ള ഒരു പട്ടണത്തിൽ ഇറങ്ങുന്ന ആന വലിയ ജനവാസ മേഖലകളിലൂടെ ഓടുമ്പോൾ അതിനെ തളച്ചില്ലെങ്കിൽ പിന്നീട് എന്ത് സംഭവിക്കാം, അല്ലെങ്കിൽ കുട്ടികളടക്കമുള്ള ആളുകളുടെ ഇടയിൽ ഏത് തരത്തിലാവും ഈ ആനയുടെ പ്രതികരണമെന്ന് അറിയാൻ കഴിയില്ല. മറ്റൊന്ന്, ആന കാര്യമായ ചലനങ്ങളില്ലാതെ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രകോപനമില്ലാതെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ആനയ്ക്ക് അസുഖമുണ്ടായിരുന്നു എന്ന സംശയം ഇന്നലെ രാവിലെ മുതലുണ്ട്. അങ്ങനെയെങ്കിൽ അസുഖം ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി ചികിത്സിക്കണമെങ്കിലും മയക്കുവെടി വെച്ച് പിടികൂടേണ്ടത് അനിവാര്യമായിരുന്നു. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ അനീഷ് സൂചിപ്പിച്ച പോലെ ആന യാതൊരു പ്രകോപനവും വരുത്തിയിട്ടില്ല, വളരെ ശാന്തനായി നിൽക്കുകയായിരുന്നു. ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നാട്ടുകാരൊക്കെ തൊട്ടടുത്ത് ഉള്ളപ്പോൾ പോലും ഒരു തരത്തിലും ആക്രമിക്കാൻ ശ്രമിക്കുകയോ ഒന്ന് തലയാട്ടി പേടിപ്പിക്കാനുള്ള ശ്രമം പോലും നടത്തിയിട്ടില്ല ഈ തണ്ണീർക്കൊമ്പൻ. അപ്പോൾ ഈ ഒരു സ്വാഭാവികമായിട്ടും ഒരു അസുഖബാധിതനാണോ എന്നുള്ള സംശയമുണ്ടാകാം. അപ്പോൾ ആ ഒരു സമയത്ത് ഈ വെറ്റിനറി വിദഗ്ധരൊക്കെ പറയുന്നത് എന്താണ്, ഈ വെടി വെക്കുമ്പോൾ അല്ലെങ്കിൽ മയക്കുവെടി വെക്കുമ്പോൾ അതിൻ്റെ ഡോസേജ് സ്ഥിരമായി നൽകുന്ന അത്തരത്തിൽ തന്നെയായിരിക്കുമോ നൽകുക? പ്രത്യേകിച്ചും അത്തരമൊരു സാഹചര്യമുണ്ട് എന്നുള്ളൊരു തോന്നലെങ്കിലും ഉണ്ടാകേണ്ടതല്ലേ? എൽദോ, ഡോസേജ് സംബന്ധിച്ച് കൃത്യമായ ഒരു നിയതമായ ക്രമീകരണമുണ്ട്. കാരണം ഒരു ആനയുടെ വലിപ്പം, അതിൻ്റെ പ്രായം, അതിൻ്റെ ഒരു തൂക്കം എന്നിവയൊക്കെ കണക്കിലെടുത്താണ് ഈ ഡോസേജ് നൽകുന്നതിൽ തീരുമാനമുണ്ടാവുക. അക്കാര്യവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് ഉദ്യോഗസ്ഥരുമായി കൃത്യമായ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. നേരത്തെ കർണാടകത്തിൽ നിന്നും ഇത്തരത്തിൽ മയക്കുവെടി വെച്ച് തന്നെയാണ് ആനയെ പിടികൂടിയത്. അതുകൊണ്ട് കർണാടകത്തിലെ ഇതിൻ്റെ ട്രാക്ക് റെക്കോർഡും പരിശോധിച്ച ശേഷമാണ് ഡോസേജ് നൽകുന്നതിൽ ഒരു തീരുമാനം അധികൃതർ എടുത്തിരുന്നത്. പക്ഷേ നേരത്തെ ആദ്യം മയക്കുവെടി വെച്ച് പിടികൂടിയ ശേഷം എന്തെങ്കിലും കുഴപ്പങ്ങൾ ആനയ്ക്ക് ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം ഈ നിർജ്ജലീകരണം അടക്കമുള്ള കാര്യങ്ങൾ ഈ മയക്കുവെടി വെച്ച ശേഷം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നേരത്തെ ഇത്തരത്തിൽ ഒരു ചെറിയ പ്രശ്നം അല്ലെങ്കിൽ ഗുരുതരമായൊരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് വീണ്ടും മയക്കുവെടി വെക്കുമ്പോൾ അത് കൂടുതൽ വഷളാവാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും ഇതൊക്കെ കൃത്യമായ ശാസ്ത്രീയമായ രീതി അനുസരിച്ച് തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ഏതൊരു തരത്തിലുള്ള ഈ വൈദ്യശാസ്ത്ര നടപടിക്രമങ്ങൾക്കും ഒരു റിസ്ക് ഫാക്ടർ അല്ലെങ്കിൽ ഒരു അപകട സാധ്യത എപ്പോഴുമുണ്ട്. അത്തരം ഒരു റിസ്ക് ഫാക്ടർ ഈ വെടിവെപ്പിലും അല്ലെങ്കിൽ ഈ മയക്കുവെടി വെക്കുന്നതിലും ഉണ്ട് എന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത്. പക്ഷേ ഒരു മരണത്തിലേക്ക് ഒരു മയക്കുവെടി എങ്ങനെ നീങ്ങും എന്നതിനെക്കുറിച്ച് ഇനിയും ഈ പോസ്റ്റ്മോർട്ടത്തിൽ അറിയാം. നമുക്ക് കഴിഞ്ഞ അടുത്തിടയ്ക്ക് തന്നെ 3 തവണ PT7, PT5 ഒപ്പം അരിക്കൊമ്പൻ ഇത്തരം ആനകളെ മയക്കുവെടി വെച്ച് സമർത്ഥമായി പിടികൂടി ദൗത്യം പൂർത്തിയാക്കി കാട്ടിലേക്ക് അയച്ച ഒരു ചരിത്രം നമ്മുടെ വനംവകുപ്പിനുണ്ട്, അല്ലെങ്കിൽ വനംവകുപ്പിലെ വെറ്ററിനറി സർജന്മാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായൊരു പ്രോട്ടോകോൾ ഈ കാര്യത്തിൽ പാലിക്കുന്നുണ്ട്. അതാണ് ഈ നടപടിക്രമങ്ങൾ രാത്രി വരെ നീളാൻ കാരണമെന്ന് നേരത്തെ മന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നു. കാരണം ഒരു ജനവാസ മേഖലയിൽ ആന വന്നു നിന്നു, അപ്പോൾ തന്നെ വെടിവെച്ച് പിടികൂടി തിരിച്ചയക്കുന്ന രീതിയൊന്നുമല്ല. അതിൻ്റെ ഔദ്യോഗികമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കർണാടകത്തിലെ ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തി മറ്റ് ഇതിനുമായി ബന്ധപ്പെടേണ്ട മന്ത്രാലയങ്ങളുമായുള്ള ആശയവിനിമയങ്ങളൊക്കെ നടത്തിയ ശേഷം മാത്രമാണ് ഇത്തരത്തിൽ വെടിവെച്ച് പിടികൂടുക അല്ലെങ്കിൽ പിന്നീട് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്ത് കർണാടകത്തിലേക്ക് കൊണ്ടുപോകുക എന്നീ രീതിയൊക്കെ അവലംബിച്ചത്. കൃത്യമായ കൂടിക്കാഴ്ചകൾ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ആശയവിനിമയങ്ങൾ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്ന് വനംവകുപ്പ് വ്യക്തമാക്കുന്നു. പക്ഷേ മരിച്ചത് അല്ലെങ്കിൽ ചെരിഞ്ഞത് ഈ കേരളത്തിൻ്റെ നടപടിക്രമങ്ങൾക്ക് വിധേയമായ ശേഷം കേരളത്തിൽ നിന്ന് മയക്കുവെടി വെച്ച് ഈ കർണാടകത്തിലേക്ക് കൊണ്ടുപോയ ശേഷമാണ്. അവിടെ നിന്നും പുറത്തേക്ക് ഇറക്കാൻ പോലും കഴിഞ്ഞില്ല. ഈ ബന്ദിപ്പൂരിലെ എലഫന്റ് ക്യാമ്പിലാണ് ആദ്യം ആനയെ എത്തിക്കുക. അവിടെ വെച്ച് ആനയുടെ ശാരീരികാവസ്ഥ കൃത്യമായി പരിശോധിക്കും. എന്നിട്ട് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ക്യാമ്പിൽ വെച്ച് തന്നെ ചികിത്സ നൽകും. അതിൻ്റെ ഒരു പുനരധിവാസം താൽക്കാലികമായി നൽകും. അതിനുശേഷം ആരോഗ്യവാനായി മാറിക്കഴിഞ്ഞാൽ മാത്രമാണ് കാട്ടിലേക്ക് തുറന്നുവിടുക എന്ന നടപടിക്രമമുള്ളൂ. എന്തായാലും അത്തരം നടപടിക്രമങ്ങൾക്കൊക്കെ വിധേയമാവും മുമ്പ്, അല്ലെങ്കിൽ ആനയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് മനസ്സിലാവും മുമ്പ് തന്നെ ആന പെട്ടെന്ന് കുഴിഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ വിശദമായ അന്വേഷണം ഉണ്ടാവും. വിശദമായ അന്വേഷണം പുരോഗമിക്കുന്നു. നമുക്കറിയാം അരിക്കൊമ്പൻ്റെ കാര്യത്തിലും മറ്റുമൊക്കെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമൊക്കെ കേസിന് പോയ ആളുകളുണ്ട്. അരിക്കൊമ്പനെ വെടിവെക്കരുതെന്ന് ആവശ്യപ്പെട്ട് ശക്തമായ വികാരം നിലനിന്ന ഒരു നാടുകൂടിയാണ് നമ്മുടെ കർണാടകത്തിൽ. എന്നാൽ സ്ഥിതി കുറച്ചുകൂടി വിഭിന്നമാണ്. കാരണം അവിടുത്തെ പരിസ്ഥിതി പ്രവർത്തകർ തന്നെ പറയുന്നു, കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടയിൽ 3 ആനകളാണ് ഇത്തരത്തിൽ മയക്കുവെടി വെച്ച് പിടികൂടി കാട്ടിലേക്ക് അയച്ച ശേഷം ജീവൻ നഷ്ടമായ അവസ്ഥയിൽ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. പക്ഷേ കേരളത്തിൽ വലിയ മുറവിളികൾ ഈ ആനകൾക്ക് വേണ്ടിയും കാട്ടാനകൾക്ക് വേണ്ടിയും ഒക്കെ ഉയരുന്ന സ്ഥലമാണ്. വളരെ സസൂക്ഷ്മം ഇത്തരം സ്ഥിതിഗതികളെ വിലയിരുത്തുന്ന പരിസ്ഥിതി പ്രവർത്തകരും
ആനപ്രേമികളുമൊക്കെ ഉള്ള ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് എന്തായാലും വരും ദിനങ്ങളിൽ ഇത് കോടതികളിലും മറ്റുമൊക്കെ വലിയ വ്യവഹാരത്തിൻ്റെ വിഷയമായി മാറും എന്ന കാര്യവും ഉറപ്പാണ്. എൽദോ, വളരെ പ്രധാനമാണ്. എന്താണെങ്കിലും പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. അനീഷ്, ഈ പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഒരു വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്, അതിനെ കാത്തിരിക്കുകയും വേണം. പക്ഷേ അപ്പോഴും ഈ ആനപ്രേമികളായിട്ടുള്ള ആളുകളുടെ ഒരു വിലയിരുത്തൽ, അല്ലെങ്കിൽ വെറ്റിനറി രംഗത്തുള്ളവരുടെ വിദഗ്ധരുടെ ഒരു വിലയിരുത്തൽ എന്താണ്? എന്ത് സംഭവിച്ചതാകാമെന്നുള്ളത് ഈ ആരോഗ്യ പ്രശ്നം കൊണ്ടായിരിക്കാമെന്ന് കരുതുന്നു. ഒപ്പം നിർജ്ജലീകരണം. അതിനും അപ്പുറത്തേക്ക് ഈ 20 ദിവസം മുമ്പ് ഇതേ രീതിയിൽ പിടികൂടിയ ഒരു ആന എന്നിട്ട് 200 കിലോമീറ്റർ സഞ്ചരിച്ച് മാനന്തവാടിയിൽ എത്തിയെങ്കിൽ അത്രമാത്രം ആരോഗ്യ പ്രശ്നം കരുതാൻ കഴിയുമോ? തുടർച്ചയായി മയക്കുവടി ഏൽക്കുന്നത് ഈ കാട്ടാനകൾക്ക് വലിയ തോതിൽ ഗുരുതരമായി അവരുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന അത്തരം സാഹചര്യമൊക്കെ ഉണ്ടോ? ഉണ്ട്, അത്തരം സാധ്യതകളുണ്ട് എന്ന് തന്നെയാണ് ഈ ആനപ്രേമികൾ അല്ലെങ്കിൽ ആന രംഗത്തെ ഗവേഷണം നടത്തുന്ന ആളുകൾ ഒക്കെ പറയുന്നത്. കാരണം ഒന്ന്, മയക്കുവെടി വെച്ച് പിടികൂടിയ ആനയെ കാട്ടിലേക്ക് അയക്കുന്നു, അതിനുശേഷം ആന ജനവാസ കേന്ദ്രത്തിലേക്ക് വീണ്ടും എത്തുമ്പോൾ വീണ്ടും മയക്കുവെടി വെക്കുന്നു. ഇത്തരത്തിൽ ആദ്യ മയക്കുവെടി വെക്കുമ്പോൾ തന്നെ ഒരു നിർജ്ജലീകരണവും ഒപ്പം ഹൃദയാഘാതത്തിനുള്ള സാധ്യതകളും വർദ്ധിക്കുന്നു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യ വെടിവെച്ചപ്പോൾ തന്നെ ആനയുടെ ശാരീരികാവസ്ഥ മോശമായി തുടങ്ങിയിരിക്കാം. അതിനുശേഷം അത് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നു. കാര്യമായ ഭക്ഷണവും വെള്ളവും ഒന്നും ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് തികച്ചും ഒരു നഗരപ്രദേശമായ മാനന്തവാടിയിലേക്ക് എത്തുന്നു. അവിടെയും കാര്യമായ ഭക്ഷണവും വെള്ളം ലഭിക്കാത്ത അവസ്ഥ. ഈ വാഴത്തോട്ടത്തിൽ രാവിലെ മുതൽ മണിക്കൂറുകളോളം ആന നിലയുറപ്പിച്ചെങ്കിൽ പോലും അവിടുത്തെ വാഴകൾ ചവിട്ടി നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട് കുറച്ചധികം വാഴകൾ. പക്ഷേ അവിടെ നിന്നും ഇതൊരു ഭക്ഷണമായി ഉപയോഗിക്കുന്നുള്ള ഒരു രീതിയും ആനയുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. അതായത് ഭക്ഷണമെടുപ്പ് പൂർണ്ണമായി അവസാനിപ്പിച്ച ഒരു അവസ്ഥയിലേക്ക് ആന എത്തിയിരുന്നു എന്ന് വേണം നമുക്ക് ഇതിൽ നിന്നും ഒരു അനുമാനത്തിലെത്താം. ഒപ്പം ഈ വെടിയേറ്റ ശേഷവും അതിനു മുമ്പും ഒക്കെ തുമ്പിക്കൈകൾ കൊണ്ട് മണ്ണ് വാരി ദേഹത്തേക്ക് ഇടുന്ന രീതിയിലുള്ള അത് ഒരു തരത്തിലെ നിർജ്ജലീകരണം ശരീരത്ത് കൂടുമ്പോഴാവും ഇത്തരം പ്രവണതകൾ ഉണ്ടാവുക എന്നൊരു വിലയിരുത്തലും ഉണ്ട്. ഒരു തരത്തിലുമുള്ള ജലാംശം ശരീരത്തിലേക്ക് എത്താത്തൊരു സാഹചര്യത്തിലാവും ആന ഇത്തരം പ്രതികരണങ്ങൾ ഉണ്ടാക്കുക എന്നും വിദഗ്ധർ പറയുന്നുണ്ട്. അതുകൊണ്ട് ആദ്യം ആനയെ മയക്കുവെടി വെച്ച് കൊണ്ടുവന്ന ശേഷം രൂപപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ 20 ദിവസം അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതിലൂടെ ഭക്ഷണവും വെള്ളവും ഒന്നും കഴിക്കാതെ വരുന്നതിലൂടെ ആ സങ്കീർണമാവുകയും ആ സങ്കീർണമായ ശേഷം അതുകൊണ്ട് തന്നെയാണ് വലിയ പ്രകോപനമുണ്ടാക്കാതെ അല്ലെങ്കിൽ വലിയ ശബ്ദമുണ്ടാക്കാതെ ചിഹ്നം വിളിയൊന്നും നമുക്കറിയാം. ചെറിയ ആനകൾ പോലും അല്ലെങ്കിൽ കാട്ടാനകൾ വേണ്ട, എന്തിനേറെ നാട്ടാനകൾ പോലും ആ ഒരു പ്രകോപനപരമായ സാഹചര്യം ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു വലിയ കൂട്ടമുണ്ടായാൽ ചിഹ്നം വിളിച്ച് അതിൻ്റെ ഒരു കംഫർട്ട് സോണിലേക്ക് മാറുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇവിടെ അത്തരം ഒരു പ്രതിരോധവും അല്ലെങ്കിൽ അത്തരം ഒരു പ്രതികരണവും ആനയുടെ ഭാഗത്തൊന്നും ഉണ്ടായില്ല. വലിയ ജനക്കൂട്ടമായിരുന്നു 3 വശത്തും അല്ലെങ്കിൽ 4 വശത്തും തിങ്ങി നിറഞ്ഞത്. വാഴത്തോപ്പ് ഒരു കുന്നിൻ ചെരുവിലെ താഴ്ന്ന നിലയിലുള്ള ഒരു താഴ്ന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ 3 വശത്തെയും മലകൾ മുഴുവൻ ആളുകൾ കൈയടക്കി, ഒരു വശത്ത് മുഴുവൻ ഈ ദൗത്യത്തിനായെത്തിയ ഉദ്യോഗസ്ഥരും കൈയടക്കിയിരിക്കുന്ന ഒരു സാഹചര്യം. വേണമെങ്കിൽ ഓടി രക്ഷപ്പെടാനൊക്കെ വെപ്രാളത്തിൽ ശ്രമിക്കേണ്ട ഒരു സാഹചര്യം. ഒപ്പം ഈ ദൗത്യം തുടങ്ങിയ സമയത്ത് വാഴത്തോട്ടത്തിൻ്റെ ഒരു വശത്തു നിന്നും മറുവശത്തേക്ക് ആന നീങ്ങി നിൽക്കുകയായിരുന്നു. ആ സമയത്ത് പടക്കമെറിഞ്ഞാണ് ആനയെ ആ സ്ഥലത്തു നിന്നും ഈ വെടിവെക്കാൻ പര്യാപ്തമായ ഇടത്തിലേക്ക് മാറ്റിയത്. അപ്പോഴും ഈ വെടിവെച്ച കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഈ പടക്കമെറിഞ്ഞ് തൻ്റെ സമീപത്ത് വീണ് പടക്കം പൊട്ടുമ്പോൾ പോലും ഒരു പ്രകോപിതനായി പരക്കം പായുന്ന ഒരു സ്ഥിതി ഉണ്ടായില്ല. അത് സാവധാനം അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ വീണ്ടും പടക്കം പൊട്ടിക്കുമ്പോൾ അവിടെ നിന്നും അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. അത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ആനയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഊഹിക്കാം ആന അങ്ങേയറ്റം ക്ഷീണിതനായിരുന്നു. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ആനയ്ക്കുണ്ടായിരുന്നു. അതിൻ്റെ പുറമെയാണ് ജലാംശമില്ലാതിരിക്കുക, ഭക്ഷണം ലഭിക്കാതിരിക്കുക, ഒപ്പം മയക്കുവെടി വെക്കുക. അപ്പോൾ നിർജ്ജലീകരണത്തിൻ്റെ തോത് വർദ്ധിക്കുന്നു, പിന്നീടൊരു ഹൃദയാഘാതത്തിലേക്ക് നീങ്ങുന്നു. ഇത്തരത്തിലാണ് ഇപ്പോൾ നമുക്ക് നിഗമനത്തിലെത്താൻ കഴിയുന്നത്. പക്ഷേ ഇത് പൂർണ്ണമായും ശരിയാവണമെന്നില്ല. കാരണം ഉടൻ തന്നെ പോസ്റ്റ്മോർട്ടം കഴിയുകയും പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഫലം എത്തുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഗുരുതരമായ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുള്ളതാണോ, അതോ ഈ മയക്കുവെടി വെച്ചതിലെ നടപടിക്രമങ്ങളിൽ എന്തെങ്കിലും വീഴ്ച വന്നതാണോ, അല്ലെങ്കിൽ ഡോസ് കൂടുകയോ കുറയുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തതാണോ ഈ ആനയുടെ മരണത്തിലേക്ക് നയിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വളരെ ഗുരുതരമായ ഒരു പിഴവ് അല്ലെങ്കിൽ ഗുരുതരമായ ഒരു കാര്യമായി തന്നെയാണ് ഈ ആനയുടെ മരണത്തെ കാണുന്നത്. കാരണം വളരെ വിജയകരമായി ദൗത്യങ്ങൾ പൂർത്തിയാക്കിയ ഒരു ട്രാക്ക് റെക്കോർഡുള്ള കേരളത്തിൽ നിന്നാണ് ഇത്തരത്തിൽ വെടിയേറ്റ ശേഷം ആന ഒരു മരിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയത്. അതുകൊണ്ട് കൃത്യമായ അന്വേഷണവും
കുറ്റക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീഴ്ച വരുത്തിയവരുണ്ടെങ്കിൽ അവർക്കെതിരെ കർശനമായ നടപടിയും സർക്കാർ ഉറപ്പ് നൽകുന്നുണ്ട്. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയ എന്നാലും തണ്ണീർക്കൊമ്പന്റെ പോസ്റ്റ്മോർട്ടം അത് തുടരുകയാണ്. അത് അല്പം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ് ആയതുകൊണ്ട് തന്നെ അതിന്റെ വിവരങ്ങളൊക്കെ ലഭ്യമായി വരേണ്ട സമയമെടുക്കും. എന്തായാലും നമുക്ക് കാത്തിരിക്കാം എന്താണ് തണ്ണീർക്കൊമ്പൻ സംഭവിച്ചത്. അതൊരു കണ്ണീർ ഓർമ്മയെ തന്നെ നിൽക്കുകയും ചെയ്യുന്നു തണ്ണീർക്കൊമ്പൻ. സ്പോട്ട്ലൈവ് വീണ്ടും മറ്റു വിശേഷങ്ങളുമായി തിങ്കളാഴ്ച എത്തും. നമസ്കാരം. നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം